നിങ്ങൾ ഓപ്ഷൻ ബൈങ്ങിൽ സ്ഥിരമായി ലോസ് ഉണ്ടാക്കുന്നുണ്ടോ? മിക്കവാറും പ്രശ്നം നിങ്ങളുടെ അനാലിസിസ് അല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ്. ഓപ്ഷൻസിൽ റാൻഡമായി ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക് എവിടാൻ അറിയാതെ കാർ ഓടിക്കുന്നത് പോലെയാണ്. പക്ഷേ ഓപ്ഷൻ പ്രൈസിനെ നിയന്ത്രിക്കുന്നത് ഡെൽറ്റ, തീറ്റ, ഗാമ, വേഗ അങ്ങനെയുള്ള ഓപ്ഷൻ ഗ്രീക്സ് ആണ്. ഇതൊന്നും അറിയാതെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാകുന്നത് നിശ്ചയമാണ്. ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ITM, ATM അതേപോലെ തന്നെ OTM ഈ മൂന്ന് കാര്യങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ITM എന്ന് പറയുന്നത് ഇൻ ദ മണി, ATM എന്ന് പറയുന്നത് അറ്റ് ദ മണി, OTM എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അത് നമ്മുടെ ഓരോ സ്ട്രൈക്ക് പ്രൈസിനെയാണ് കാണിക്കുന്നത്. ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയൽ ഡെൽറ്റ, തീറ്റ, ഗാമ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നിഫ്റ്റി പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് ലോസ് കാണിക്കാനുള്ള ചാൻസസ് കൂടുതൽ. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ATM അല്ലെങ്കിൽ OTM ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ITM ൽ ട്രേഡ് ചെയ്യുക. കാരണം ITM-നകത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയൽ ഡെൽറ്റ, തീറ്റ, ഗാമ ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. ഒരു ഐഡിയൽ സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഡെൽറ്റ ഉണ്ടോ, ഗാമ ഉണ്ടോ, തീറ്റ ഉണ്ടോ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിക്കാൻ നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ നിഫ്റ്റി പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് ലോസ് കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ITM ൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ITM-നകത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയൽ ഡെൽറ്റ, തീറ്റ, ഗാമ എല്ലാം ഉണ്ടാകുന്നതാണ്. ഡെൽറ്റ, തീറ്റ, ഗാമയുടെ ഒരു ഐഡിയൽ റേഷ്യോ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് PDF ഞാൻ നിങ്ങൾക്ക് ആ PDF അയച്ചു തരുന്നതായിരിക്കും.